കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക പോലെ പോയിരിക്കുക. രേണുസുതിയുടെ വീഡിയോ ലീക്കായെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇട്ടിട്ടുണ്ട്. ഇവനൊക്കെ സബിനകത്ത് കയറിയിരുന്ന് ആസ്വദിച്ചിട്ടാണ് ഇവനൊക്കെ ഇങ്ങനെ പുറത്ത് വിടുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ലൈവായിരുന്നു. അപ്പൊ സമ്മതിച്ചേ, അതിനകത്ത് ആസ്വദിക്കാനും മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന്. അല്ലാതെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. ആസ്വദിക്കാനും മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട് സബിനകത്ത് ലൈവ് പോയതല്ല. ഞാൻ ആൾക്ക് പേഴ്സണലി ചാറ്റ് ചെയ്തോ വീഡിയോ കൊടുത്തതോ അല്ല. ആദ്യം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ലൈവ് പോയതാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. പേഴ്സണൽ ചാറ്റൊന്നും അല്ലായിരുന്നു, ആർക്കും വീഡിയോ ഇട്ട് കൊടുത്തതല്ലായിരുന്നു. പക്ഷേ ഇത് ഞാൻ ലൈവ് വന്നതായിരുന്നു. പക്ഷെ പേഴ്സണൽ ചാറ്റൊക്കെ പലതും പുറത്ത് വന്നായിരുന്നു. അന്ന് പറഞ്ഞത് എനിക്കൊന്നും ഓർമ്മയില്ല, അല്ലെങ്കിൽ AI വീഡിയോ ആയിരിക്കും, അല്ലെങ്കിൽ AI ചാറ്റ് ചെയ്തതായിരിക്കും എന്നായിരുന്നു പറഞ്ഞത്. അപ്പം ഈ ലൈവ് മാത്രമേ ഞാൻ സമ്മതിച്ചു തരുള്ളൂ. മനസ്സിലായി. ഒരുപാട് നാളായി ലൈവ് പോയിട്ട് അങ്ങനെ ലൈവ് പോയതാണ് ഞാൻ. ആ ലൈവ് പോയ വീഡിയോ ആണ് ആസ്വദിച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും ഏത് നാറിയാണേലും എടാ നാണം കെട്ട നാറികളെ, ഇതൊക്കെയാണോ നിന്റെ പരിപാടി? നാണമില്ലാത്ത നാറികളെ. എടാ എന്റെ ചുണ്ട് നിങ്ങൾ നോക്ക്. നാണമില്ലാത്ത നാറികളെ എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഈ പൈസ അടച്ച് ഇത് കാണാൻ വരുന്നവർക്ക് വേണ്ടി മാത്രം ഇട്ട് കൊടുക്കുന്ന ഈ ഇതൊക്കെ പൈസ അടയ്ക്കാത്തവന്മാർക്ക് ഓസിന് കാണാൻ കൊടുക്കുന്നത് ശരിയാണോ? ഇതൊക്കെ ലീക്കാക്കിയവന് നല്ല ചുട്ടടിയുടെ കുറവുണ്ട്, കഷ്ടമുണ്ട് കേട്ടോ. ഈ ചുണ്ട് പൊട്ടിയിരിക്കണം. കുറച്ച് ദിവസമായിട്ട് എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത് നിങ്ങളുടെ. അയ്യോ, ചുണ്ട് പൊട്ടിയത് കാണിച്ചായിരുന്നു. അതൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു ചുണ്ട് പൊട്ടിയത്. പക്ഷെ അതിന് ശേഷം കിടന്നിട്ട് ഒരു ചുണ്ട് കൊണ്ടൊരു ഇതൊക്കെ കാണിച്ചായിരുന്നു. അതൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതാണോ ചുണ്ട് പൊട്ടിയാൽ കാണിക്കുന്നത്? ഇങ്ങനെ കാണിച്ചു തന്നത് മനസ്സിലായോ? നീ എന്താ ഓർത്ത ഞാൻ ഇനി ലൈവ് പോകത്തുള്ളൂ? സബില് ഞാൻ ഇനിയും ലൈവ് പോകും. എനിക്ക് നിന്നെ പേടിച്ചിട്ടേ ലൈവ് പോകാതിരിക്കാൻ പറ്റില്ല. നീ വന്ന് ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് പുറത്ത് വിടടാ. ഞാൻ അങ്ങനെ താരം കലിപ്പിലാണ്. ചുണ്ട് പൊട്ടിയിരിക്കുന്നത് കാണിച്ചതാണ് എന്നും പറഞ്ഞിട്ട് താരം ദേ പുതിയൊരു വീഡിയോയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ചുണ്ട് പൊട്ടി കാണിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണോ നാക്കിട്ടിങ്ങനെ കസറത്തൊക്കെ കാണിക്കുമോ? അപ്പോൾ ചുണ്ട് പൊട്ടിയതാണ്, അത് കാണിച്ചതാണ് എന്ന് ആൾക്കാരങ്ങ് വിശ്വസിക്കണം. പക്ഷേ വേറൊരു പ്രോബ്ലം ഉണ്ടല്ലോ. ഒരാൾ പറയുന്നു കടിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ കടിക്കല്ലേ, എൻ്റെ ചുണ്ട് മുറിഞ്ഞിരിക്കുക പൊട്ടിയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്, അല്ലേ? കടിക്കല്ലേ മുറിഞ്ഞിരിക്കുക പോലെ പോയിരിക്കുക. അപ്പം അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കാണാം. നിനക്കൊക്കെ എന്തിന്റെ കേടാടാ മക്കളെ? നട്ടലില്ലാതായി പോയല്ലോ. ഒരു പെണ്ണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അത് കണ്ട് ആസ്വദിച്ചിട്ട് അവൻ സ്ക്രീൻഷോട്ട് എടുത്ത് അവന്റെ പറയുന്നില്ല, അവൻ എടുത്ത് പുറത്ത് വിട്ടേക്കുന്നു. നാണം കെട്ട നാറി. ആ കടിച്ചോട്ടെ എന്ന് രേണുസുതിയോട് ചോദിച്ചപ്പോ എന്നെ കടിക്കാൻ പറയണോ? ഇത്രയും നാണക്കേട് സബ്സ്ക്രിപ്ഷനിൽ കിടന്ന് കാണിച്ചിട്ട് ബാക്കിയുള്ളവരെ വിളിക്കുന്ന നാറിന്ന്, നാണം കെട്ട നാറിന്ന്. എന്നുവെച്ചാൽ നാണമുള്ള ആളാണല്ലോ ഈ കാണിക്കുന്നത്. നാണവും ഉളുപ്പും എല്ലാം ഇപ്പം ആൾക്കാർ എട്ടുനാടൻ പൊട്ട കണ്ടിട്ടുണ്ട്. ചോട്ടെന്ന് ചോദിച്ചാൽ കടിക്കല്ലേ എന്നല്ലേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്റെ ചുണ്ട് വന്ന് കടിക്കാൻ ഞാൻ പറയണോ? വേറെ എന്തൊക്കെ കാണിക്കും? ഞങ്ങൾ അങ്ങനെയല്ല, ചുണ്ട് കടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ നല്ല ആട്ടാണ് ആട്ടുന്നത്, അല്ലാതെ അയ്യോ എൻ്റെ ചുണ്ട് പൊട്ടിയിരിക്കുകയാണ് എന്നല്ല പറയുന്നത്. അങ്ങനെ പറയുന്നതിന് അർത്ഥം എന്താണ്? അങ്ങനെ പറഞ്ഞപ്പോൾ സമ്മതമാണ്, ചുണ്ട് പൊട്ടിയിരിക്കുന്നത് കൊണ്ട് അയ്യോ കടിക്കല്ലേ എന്നുള്ള രീതിയിൽ വളരെ കൂളായിട്ട് വളരെ സൗമ്യമായിട്ട് സ്നേഹത്തോടെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ആ ലൈവിൽ ഫീൽ ചെയ്തത്. അല്ലാതെ നമ്മുടെ മുഖത്ത് നോക്കിയ ഒരാൾ ചുണ്ട് കടിച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും സ്നേഹത്തോടെയാണോ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത്? അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണോ? അപ്പൊ അതിനും ന്യായീകരിച്ചങ്ങ് മെഴുകാണ്. സബ്സ്ക്രിപ്ഷൻ നീ വേറെ ആൾക്കാരൊക്കെ ഇതൊന്നും നീ എന്താടാ ഇടാത്ത, പുറത്ത് ലീക്ക് ചെയ്യാത്തത്? നിനക്കൊക്കെ പേടി. എടാ രേണുസുതിക്ക് ഒന്നുമില്ല. രേണുസുതി അതിനകത്ത് ചുണ്ടല്ലേ കടിച്ചല്ലോ, വേറൊന്നും വന്ന് കടിച്ചിട്ടില്ലല്ലോ. ചോദ്യത്തിന്റെ ഒരു ആക്ട് കണ്ടോ? ഈ വേറുള്ളവരൊക്കെ ചെയ്തത് എല്ലാവരും ഇട്ടായിരുന്നു, അത് കണ്ടില്ലായിരുന്നോ? കൃഷ്ണകുമാറിന്റെ മകളുടെ വീഡിയോ ലീക്കഡായിരുന്നു. ഇന്നലെയല്ല 2 ദിവസം മുമ്പ് എല്ലാവരും തകർത്ത് പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആരുടെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ ലീക്ക് ആവുന്നതൊക്കെ എല്ലാവരും തകർത്ത് പിടിച്ചിടുന്നുണ്ട്. ഈ പറയുന്ന ഒരാളുടെ മാത്രമല്ല ഇടുന്നത്, അതൊന്നും കാണുന്നില്ലേ? വേറൊന്നും കാണിച്ചില്ലല്ലോ. അപ്പൊ ഒരു കുഴപ്പമില്ല. നീയൊക്കെ ഇതിലപ്പുറം ചെയ്യുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മാന്യമായിട്ട് തന്നെയാണ്, അതായത് നല്ല മര്യാദക്ക് തന്നെയാണ് ഞാൻ സബില് ചെയ്യുന്നത്. മനസ്സിലായോ? നീയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം ഇതിനകത്ത്. മനസ്സിലായോ മക്കളെ? നീ ഇട്ടാൽ എനിക്ക് കോപ്പാണ്. ഞാൻ ഇനിയും ലൈവ് ഇടും. മനസ്സിലായോ? എന്റെ സബ്സ്ക്രിപ്ഷൻ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ
ഒന്നുമില്ല, ഒരു ചുക്കുമില്ല എന്നുള്ള കാര്യം ആർക്കാണ് ഇവിടെ അറിയാൻ വയ്യാത്ത? ഒരു ചുക്കുമില്ല, ഒരു കൂസലുമില്ല. ഇതല്ല, ഇതിലപ്പുറം വന്നാലും ഒരു കൂസലും ഇല്ല എന്നുള്ളത് വളരെ വളരെ മുന്നേ വ്യക്തമായ കാര്യമാണ്. ഈ വീണെടുത്ത് കിടന്ന് ഉരുളല്ലേ, കാരണം അതിനകത്ത് എത്രത്തോളം മാന്യത കാണിച്ചു എന്നൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു. നിങ്ങളുടെ മാന്യത അപ്പം ഇതൊക്കെയാണോ? ഇങ്ങനെ കാണിക്കുന്നതൊക്കെയാണ് നിങ്ങളുടെ മാന്യത? അപ്പോൾ ഇതിനപ്പുറം നിങ്ങൾ കാണിക്കുന്നുണ്ട്, അതിന് തെളിവാണ്. പിന്നെ ഈ ആൾക്കാർ എടുക്കും എന്നുള്ളൊരു ചെറിയ ഭയം ഉള്ളത് കൊണ്ട് മാത്രം കുറച്ചൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നു എന്നാണ് ഈ ഒരു വോയിസിൽ നിന്നും വ്യക്തമാകുന്നത്. അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാതെ ഇപ്പോൾ ചാറ്റൊക്കെ ഒത്തിരിയൊക്കെ ലീക്കായിട്ടുണ്ട്. പല ചാറ്റുകളും പല ഇതും റീൽസും ഒക്കെ പലരുടെയും കയ്യിലൊക്കെ ഉണ്ട്. ഈ ഉള്ള ആൾക്കാർ, ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തവരെല്ലാവരും ഇഷ്ടത്തോടു കൂടിയൊന്നും വരുന്നവരൊന്നുമല്ല. മാക്സിമം കിട്ടുക, പുറത്ത് വിടുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പലരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കിടന്നങ്ങോട്ട് മെഴുകരുത്. എല്ലാവർക്കും വ്യക്തമായി, ഏകദേശം എല്ലാ ആൾക്കാർക്കും എന്താണ് ഏതാണ് എന്നൊക്കെ വ്യക്തമായി. അപ്പോൾ സബ്സ്ക്രിപ്ഷനിലെ ഈ അഴിഞ്ഞാട്ടം കണ്ടിട്ട് ഞങ്ങൾക്ക് വലിയ ഞെട്ടലൊന്നുമില്ല, കാരണം നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളതാണ്. പുറത്ത് വിടാൻ പറ്റാത്ത ചാറ്റുകൾ വരെ ഉണ്ട്, പക്ഷെ നമ്മളതൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഈ അത്ഭുതം വേറൊന്നുമല്ല, ഈ സപ്പോർട്ട് ചെയ്ത് കുറച്ചെണ്ണം ഉണ്ടല്ലോ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ അത്ഭുതം തോന്നുന്നത്. കാരണം ഇതേപോലെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനും ആളുണ്ടല്ലോ എന്നുള്ളതാണ്. അപ്പം അത് കണ്ട് ഒരുപാട് അങ്ങ് മെഴുകണ്ട. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, പിന്നെ ബാക്കിയൊക്കെ PR ആയിരിക്കും. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒക്കെ വ്യക്തമാണ്. സ്നേഹിച്ച് മുൻപ് ഈ സുധിയുടെ മരണശേഷം കുറേ പേർക്കൊരു സഹതാപം, സിമ്പതി, സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം വിട്ടുപോയി. അവരൊക്കെ ഇപ്പം നിങ്ങളുടെ ഇത് കാണുമ്പോൾ അയ്യേ എന്നാണ് പറയുന്നത്. എന്നോട് തന്നെ പലരും നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഇട്ടിരുന്ന ഒരു വീഡിയോയ്ക്കകത്ത് ഇവരുടെ ലൈവിൽ ചെന്നിട്ടുള്ള കുറച്ച് കമൻസ് ഇട്ടായിരുന്നു. ആ കമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഒരു 7 വെള്ളത്തിൽ കുളിച്ചാൽ പോലും അത് മാറൂല, അത്രയ്ക്കും ചീഞ്ഞ കമൻസ്. ആ ഒരു കമൻസ് കണ്ടിട്ട് ആസ്വദിച്ച് അവർക്ക് വേണ്ടിയൊക്കെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നല്ലോ, അതിലാണ് ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത്. നമ്മളുടെയൊക്കെ മുഖത്ത് നോക്കി ഒരാൾ ഒരു അശ്ലീലം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോശം വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലാണോ നമ്മൾ ഇത് ചെയ്യുന്നത്? പിന്നെ ഇത് ഇവർ പറയാൻ പറ്റില്ല കേട്ടോ, കാരണം വെച്ചാൽ ഇവർ പൈസ മേടിച്ചിട്ട് ചെയ്യുന്ന സംഭവമല്ലേ. അപ്പോൾ ഇവർ പറയുന്ന ഇതുപോലെ എരണം കെട്ട വാക്കുകളും ഇതുപോലെ അശ്ലീല ചൊവ്വയുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടും കേട്ടും നിന്ന് കൊടുക്കണം. അവർ പറയുന്നത് പോലെയൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്, ബട്ടൺസ് വെച്ച കുഴപ്പമുണ്ടോ, പിന്നെ അത് കൊള്ളാം ഇത് കൊള്ളാം. വല്ലാത്ത തൊലി, കാണ്ടാമൃഗത്തിന് പോലും ഇത്രയ്ക്ക് തൊലിക്കെട്ട് ഉണ്ടാവത്തില്ല. അതിനെക്കാട്ടിലും അപ്പുറമാണ് കാണ്ടാമൃഗമൊക്കെ. അതൊക്കെ വെറും താഴെ, അതിനെക്കാട്ടിലും അപ്പുറമാണ് ഈ സ്ത്രീയുടെ തൊലിക്കെട്ടി. എന്തായാലും ഞാൻ സമ്മതിച്ചു. ഇവരുടെ മാത്രമല്ല കേട്ടോ, ഇവരുടെ വീട്ടിലുള്ളവരെയും കുറിച്ചിട്ട് ആലോചിക്കുകയാണ്. നമ്മുടെയൊക്കെ ഈ ഒരു ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന കമൻസൊക്കെ ഇവരുടെ വീട്ടിലുള്ളവരൊന്നും പറയുന്നില്ലേ എന്നുള്ളതാണ്. അപ്പം നമുക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവർക്കും കാശ് മതി. ഈ കാശ്, പണത്തിന് മീതെ പരുന്തും പറക്കില്ലെന്നാണല്ലോ. ഈ കൃഷ്ണകുമാറിൻ്റെ മകളുടെ വീഡിയോസൊക്കെ ലീക്കായപ്പോൾ ആ ഉണ്ടായിരുന്ന സബ്സ്ക്രിപ്ഷനെക്കാട്ടിലും 1000 കൂടി അവർക്ക് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം ആൾക്കാർ ചെന്ന് ഇവരെ വീണ്ടും സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെയൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഈ പുരുഷന്മാർ, ഇവരാണല്ലോ ഇവറ്റകൾക്കൊക്കെ വളം വെച്ച് കൊടുത്ത് ഇവരെയൊക്കെ ഇത്രയും വളർത്തി കൊണ്ടുവരുന്നത്. ഇതുപോലെയുള്ളവന്മാർ സബ്സ്ക്രിപ്ഷൻ എടുക്കാനുള്ളത് കൊണ്ടാണല്ലോ ഇവളുമാർ ഇതുപോലെ ഇതിൻ്റെ മുന്നിൽ വന്ന് തുണി ഉരിയാനായിട്ട് തയ്യാറാവുന്നത്. ആരും സബ്സ്ക്രിപ്ഷൻ എടുക്കാതൊന്ന് നോക്കിക്കേ, ഒരാവളുമാരും ഇതുപോലെ കിടന്ന് നെകളിക്കത്തില്ല, ഇതുപോലെ കിടന്ന് അഴിഞ്ഞാടത്തില്ല. പക്ഷേ ഈ അഴിഞ്ഞാട്ടം കാണാൻ ക്യൂ നിൽക്കല്ലേ ആൾക്കാർ. അപ്പോൾ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അപ്പോൾ ഒരുപാടൊന്നും മെഴുകണ്ട, കാരണം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വളരെ വ്യക്തമാണ്, എന്താണ് ഏതാണ് ഏത് ലെവലാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.